നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. പ്രശ്നങ്ങൾ ഒരുപാട് ബാക്കിയുണ്ടെങ്കിലും അതെല്ലാം രാഷ്ട്രീയ തലത്തിൽ പരിഹരിക്കുമെന്ന് വാണിജ്യ മന്ത്രാലയ സെക്രട്ടറി അഭിപ്രായപ്പെട്ടു. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് നമ്മൾ ഏവരും കാത്തിരിക്കുന്ന, ലോകം തന്നെ കാത്തിരിക്കുന്ന ഇന്ത്യ US കരാർ, വാണിജ്യ കരാർ ഈ വർഷം തന്നെ ഉണ്ടാകുമെന്ന് നമ്മുടെ വാണിജ്യ മന്ത്രാലയം അറിയിച്ചതാണ് ഏറ്റവും പുതിയ വാർത്ത. ഏതായാലും 50% തീരുവ പ്രഖ്യാപിച്ചതോടുകൂടി ട്രംപും നരേന്ദ്രമോദിയുമായിട്ടുള്ള ബന്ധം വഷളാവുകയും അല്ലെങ്കിൽ അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള ഒരു ബന്ധത്തെ പോലും അത് ബാധിക്കുന്ന രീതിയിലേക്ക് എത്തിയെങ്കിലും തന്ത്രപരമായും ബുദ്ധിപരമായും അതിനോട് പ്രതികരിക്കാതെ മറുപടികൾ പറഞ്ഞ് വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നുകൊണ്ട് അമേരിക്കയെ വെറുതെ കരുവാരി തേച്ച് ബന്ധം കൂടുതൽ വഷളാക്കാതെ സംയമനം പാലിച്ച നമ്മുടെ നരേന്ദ്രമോദിക്ക് കൊടുക്കാം വലിയൊരു സല്യൂട്ട്. ഏതായാലും ആ സംയമനം ട്രംപ് ഇത്രയെല്ലാം വീരവാദങ്ങൾ മുഴക്കിയിട്ടും പല പ്രകോപനങ്ങൾ നടത്തിയിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ തന്ത്രപരമായ ഏകാഗ്രതയോടെ സംയമനം പാലിച്ചുകൊണ്ട് സ്വന്തം ആഭ്യന്തര വിപണി സജീവമാക്കി കൂടുതൽ രാജ്യങ്ങളുമായി വ്യാപാര കരാറുകൾ ഒപ്പിട്ട്, എന്തിനു പറയുന്നു, അമേരിക്കയുടെ സഖ്യകക്ഷിയായ UK തന്നെ തീരുവ പ്രഖ്യാപിച്ചതിന് തൊട്ടടുത്ത മാസം നമുക്ക് വ്യാപാര കരാർ ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളുമായും വ്യാപാര കരാറുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഒരുപാട് രാജ്യങ്ങളുമായി സംസാരത്തിലാണ്, ചർച്ചകളിലാണ്. അങ്ങനെ ഈ തുടരവേ ഇപ്പോൾ അമേരിക്ക ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാർ ഈ വർഷം തന്നെ നടക്കുമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ വർഷം അവസാനത്തിന് മുമ്പ് തന്നെ US വ്യാപാര രംഗത്ത് ധാരണയിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നാണ് നമ്മുടെ വാണിജ്യ മന്ത്രാലയ സെക്രട്ടറി രാജേഷ് അഗർവാൾ പറഞ്ഞത്. തർക്കമുണ്ടായിരുന്ന മിക്ക വിഷയങ്ങളിലും ധാരണയിലെത്താൻ കഴിഞ്ഞെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. മാത്രമല്ല, ഏതെങ്കിലും പ്രശ്നങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ തലത്തിൽ തന്നെ പരിഹരിക്കാൻ കഴിയുമെന്നും പരിഹരിച്ച് അതിന് മുന്നോട്ട് പോകുമെന്നും പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇരട്ടി തീരുവ തുടരുന്നെങ്കിലും ഒരുപക്ഷേ സെപ്റ്റംബറിനെ അപേക്ഷിച്ച് ഒക്ടോബറിൽ US ഇന്ത്യൻ കയറ്റുമതിയിൽ വർധന രേഖപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ തീരുവ പ്രഖ്യാപിച്ചതിന് ശേഷം സെപ്റ്റംബറിൽ നമ്മൾ $546 കോടി ചരക്കാണ് അമേരിക്കയിലേക്ക് കയറ്റി അയച്ചതെങ്കിൽ ഒക്ടോബറിൽ ഈ 50% തീരുവ നിലനിൽക്കുമ്പോൾ തന്നെ ഇത് $630 കോടി ഉയർന്നു. ഏകദേശം 15% വർധന ഭാരതത്തിനുണ്ടായി. മാത്രമല്ല, സെപ്റ്റംബറിനെ അപേക്ഷിച്ച് വർധന ഉണ്ടായെങ്കിലും കഴിഞ്ഞ വർഷം ഒക്ടോബറുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ കയറ്റുമതിയിൽ 8.6% ഒരു ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. ഓഗസ്റ്റ് 7 ചുമത്തിയ 25% തീരുവയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓഗസ്റ്റ് 27 അത് ഇരട്ടിയാക്കി 50% കൊണ്ടെത്തിച്ചത്. ഏതായാലും തീരുവ ഇങ്ങനെ തുടർന്ന് ഇന്ത്യയെ പിടിച്ചു കെട്ടാം, ഇന്ത്യയുടെ വളർച്ച തടയാം. ഒരുപക്ഷെ അടുത്ത അധികം വൈകാതെ തന്നെ മൂന്നാം ശക്തിയായും രണ്ടാം ശക്തിയായും ഒക്കെ ഇന്ത്യ സമ്പദ് ശക്തിയായി വരും എന്ന് പല വിദേശ ഏജൻസികളും സാമ്പത്തിക ഏജൻസികളും സർവേകളിലൂടെ ഒക്കെ അഭിപ്രായം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഭാവിയിൽ, ഇന്നല്ല വിദൂര ഭാവിയിലെങ്കിലും ഇന്ത്യ അമേരിക്കയ്ക്കൊപ്പം അല്ലെങ്കിൽ അമേരിക്കയുടെ അടുത്തെത്തുമോ എന്നുള്ള ഒരു ഭയാശങ്ക കൊണ്ടും തങ്ങൾക്ക് എതിരായിട്ട് ആരും വരാൻ പാടില്ല, തങ്ങൾ ഒരു രാജ്യം മതി എന്ന ഒരു നിലപാടാണ് ട്രംപിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സമ്പദ്ഘടനയെ തകർക്കാനും ഇന്ത്യയെ സാമ്പത്തികമായി പരാജയപ്പെടുത്തുവാനും ഒരു സാമ്പത്തിക യുദ്ധം നടത്തുന്നതിന് തുല്യമായിരുന്നു ട്രംപ് 50% തീരുവ പ്രഖ്യാപിച്ചു കൊണ്ടുവന്നത്. എന്നാൽ അതിന് തിരിച്ചടി എന്നോണം സംയമനം പാലിച്ചുകൊണ്ട് ഒരു മറുപടിയും പറയാതെ നമ്മുടെ നരേന്ദ്രമോദി GST നിരക്ക് കുറച്ചും പല ആഭ്യന്തര വിപണിയിൽ പല ഇളവുകൾ നൽകിയും ഫാക്ടറികളെയും ബിസിനസ്സുകാരെയും സംരക്ഷിക്കുകയും അതുപോലെ ആഭ്യന്തര വിപണിയിലൂടെ അവർക്ക് കയറ്റുമതിയിൽ നഷ്ടപ്പെട്ട ആ ഒരു വ്യാപാരത്തിൻ്റെ കുറച്ചെങ്കിലും ഏകദേശമെങ്കിലും ഭാരതത്തിനുള്ളിൽ തന്നെ ചെയ്യാനുള്ള അവസരം ലഭിച്ചതോടുകൂടി ഈ ആഭ്യന്തര വിപണിയുടെ ശക്തിയിൽ ഇന്ത്യ ഇപ്പോൾ GDPയിൽ തന്നെ വളരെ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രംപിനെ അറിയാം, ഈ തീരുവ പ്രഖ്യാപിച്ചത് കൊണ്ടൊന്നും പിടിച്ചു കെട്ടാൻ പറ്റുന്ന രാജ്യമല്ല ഇന്ത്യ. അതുപോലെ തന്നെ ഭൂമി കുലുങ്ങിയാലും കുലുങ്ങുന്ന ആളല്ല നരേന്ദ്രമോദി എന്നുള്ളത് ട്രംപിന് നന്നായി മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.